കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാന്ധിമുക്കിലാണ്. ഈ ഗാന്ധിമുക്കിന് ഇങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് നമ്മൾ ഒന്ന് ചോദിച്ചറിയാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഗാന്ധി പ്രതിമയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. ഓയൂരേക്ക് പോകുന്ന സ്ഥലത്തിനടുത്താണ് ഈ ഗാന്ധിമുക്ക് ഉള്ളത്. ഈ ഗാന്ധിമുക്കിൽ ഉള്ള ഈ പ്രതിമ എങ്ങനെ വന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗാന്ധിമുക്ക് എന്നുള്ള പേര് വന്നു എന്നൊന്ന് നമുക്ക് അറിയാം. അങ്ങനെ അന്ന് തൊട്ട് ആളുകൾ ഗാന്ധിമുക്ക് എന്ന് വിളിക്കുന്നു. അത്രയേ ഉള്ളൂ. ആളുകൾ പറഞ്ഞു തന്നെ മുതുക്കനാക്കിയതല്ലേ. 92 ആക്കണം. സൗവർണികയിൽ രാമേന്ദ്രൻ നായർ എന്നല്ല സാറിൻ്റെ പേര്? അതെ, ഗാന്ധിമുക്കിലാണുള്ളത്. നമ്മുടെ ഈ ഗാന്ധിമുക്ക് എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് എന്ന് പറയാമോ? പണ്ട് കാലത്ത് ഈ 115 ആ കാലഘട്ടത്തിൽ ഹരിജനങ്ങൾ അമ്പലത്തിൽ കയറിക്കൂടാ എന്നൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ അതിനെ പ്രതികൂലിച്ച് ഗാന്ധിജി കൊട്ടാരക്കരയ്ക്ക് വന്ന് തൃക്കണ്ണങ്കര ക്ഷേത്രത്തിൽ പോയി. തൃക്കണ്ണങ്കര ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഹരിജനങ്ങൾ കുറേ കൂടി അവരെ അമ്പലത്തിൽ കയറ്റി വെച്ച് തിരിച്ചു വന്നപ്പോൾ ഈ മുക്കിൽ ഇവിടെയുള്ള കുറേ അന്നത്തെ ചെറുപ്പക്കാർ കൂടിയിരുന്ന് അദ്ദേഹത്തിനെ വരവേറ്റു. അവിടെ ഒരു കല്ലേലി ഞാൻ ഇരുത്തി. ഇവർ കസേര ഒന്നും ഇല്ലായിരുന്നു. ഒരു കുറച്ച് ആളുകൾ കൂടിയാൽ അവിടെ സർവേ കല്ലേൽ ഇരുത്തി. അവിടെ അടുത്ത വീട്ടിൽ നിന്ന്, ഈ ഗാന്ധിനാണുള്ള വീട്ടിൽ നിന്ന്, കിണറ്റിൽ നിന്ന് കുറേ ഒരു വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിച്ച് അവിടെ നിന്ന് കഥയും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുടനെ ആ മുക്കിന് പേരിടാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും ഓരോ പേര്, കൈലാസമുക്ക് വേണം, കന്ദിരം മുക്ക് വേണം, ഗോവി മുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ബഹളങ്ങൾ ഉണ്ടായി. അന്ന് അവിടെ നിന്നൊരു അംഗീകാരം കിട്ടിയത് ഗാന്ധിമുക്കെന്ന് മതിയെന്ന്. അങ്ങനെ ഗാന്ധിമുക്കായതാണ്. അങ്ങനെ വഴക്കുണ്ടാകാൻ കാരണം ഒന്നുമില്ല. ഈ വീട്ടുപേര് വെക്കണമെന്ന് വഴക്കുണ്ടാകില്ല. അന്ന് അവിടെ കൂടിയ ചെറുപ്പക്കാർ അടിയൊക്കെ ഉണ്ടായോ? അടിയൊന്നുമില്ല. ഞാൻ ഓരോരുത്തർക്ക് അവരവരുടെ വീടുകൂടെ ചേർന്ന് വരണം. ഇപ്പം എൻ്റെ വീട് കൈലാസം മുക്ക് മതി എന്ന് ഞാൻ പറയും. ഇദ്ദേഹത്തിൻ്റെ വീട് ചേന്നയ്ക്കല്ലാതെ ചേന്നയ്ക്ക മുക്കെന്ന് മതി, ഉടനെ ചെറിയത്ത് മുക്കെന്ന് മതി, ഉടനെ ഗാന്ധിമുക്കെന്ന് മതി എന്നൊരാൾ ഇങ്ങനെ പല മുക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഗാന്ധിമുക്കിന് അംഗീകാരം കിട്ടി, അത് മതി എന്നങ്ങ് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് ആളുകൾ ഗാന്ധിമുക്കെന്ന് വിളിക്കുന്നു. ഇപ്പോൾ സാറ് ഇപ്പം ഗ്രാമസേവകനായിട്ടാണ് ജോലി നോക്കി പെൻഷൻ പറ്റിയത്. അപ്പോൾ സാറ് പോകുന്നിടത്തൊക്കെ നമ്മൾ ഈ ഗാന്ധിമുക്കിനെ കുറിച്ച് അങ്ങനെ പറയും? അങ്ങനെ പറയാൻ ഒന്നുമില്ല. കാരണം അതിന് അല്ല, സാർ തിരക്കുമ്പോൾ ഇപ്പോൾ എവിടെയാ സ്ഥലം പറയുമ്പോൾ പറയും ഗാന്ധിമുക്കിലാണ്. അപ്പോൾ അവർ ചോദിക്കാറുണ്ടോ ഈ ഗാന്ധിമുക്കിനെ? അല്ല, ആരും അങ്ങനെ ചോദിക്കത്തില്ല. പേരെന്താ വന്നതെന്നാ നമ്മളോട് ചോദിക്കുന്ന. പണ്ടേ ഉള്ള ഒരു പേരാ ഗാന്ധിമുക്ക്. അല്ല, ഞാൻ ചോദിച്ചു പല ജില്ലകളിലല്ലേ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ജില്ല ജോലി ചെയ്തല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 4 ജില്ലയിൽ ജോലി ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിനെ പറ്റി ഒന്നും അവിടെ അഭിപ്രായം വരുന്നില്ലല്ലേ. നമ്മളവിടെ ചെന്ന് താമസം എടുക്കുന്നു, അവരുടെ ഏതെങ്കിലും ഒരു വീട് അല്ലെ ലാഡ്ജോ താമസമാക്കുന്നു, അവിടെ കുറേ നാൾ പണി ചെയ്യുന്നു, അവർ അടികൊള്ളാതെ അവിടെ നീ രക്ഷപ്പെടുന്നു. ഇതേ ഉള്ളല്ലോ. ഈ ഗാന്ധിമുക്കിലാണ് താമസിക്കുന്നത് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നിയിട്ടുണ്ടോ? അതുണ്ട്. ഗാന്ധിമുക്ക് അങ്ങനെ തോന്നാൻ കാരണം അത് ഗാന്ധിജി ഒരു നല്ല ആൾ, അദ്ദേഹത്തിൻ്റെ പേരിലൊരു മുക്ക് വന്നല്ലോ എന്നുള്ള സന്തോഷം. അതല്ലാതെ എനിക്കത് ലാഭമൊന്നും ഉണ്ടായിട്ടല്ല. റബ്ഡി മുക്കെന്ന് പേരുള്ള മുക്കുകളുണ്ട്, അത് വന്നില്ലല്ലേ. ലഹരി മുക്കെന്നൊക്കെ. അതെ, ലഹരി മുക്കുണ്ട്, റൗഡി മുക്കുണ്ട്. ഇത് ഗാന്ധിയുടെ പേരിലല്ലേ ഒരു മുക്കുള്ളത്. അതൊരു നല്ല പേര്. ഗാന്ധിജിക്ക് ശേഷമല്ല ഗാന്ധിയൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. ഗാന്ധിജിയുടെ അല്ല ഗാന്ധിയാണുള്ള. അതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എങ്ങനെയാണ്? അദ്ദേഹം ഇവിടെ പുലീല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് വക്കീൽ മുസ്തനായിട്ട് വന്നു. ചിട്ടികൾ തുടങ്ങി, ചിട്ടി നടത്തി. പിന്നെ എന്തോ പിടിച്ചു വരെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാൻ പറയാനൊക്കത്തില്ല. ഇവിടെ എന്തായാലും ഭാര്യാസമേതം വന്ന് താമസിച്ചു. 3-4 മക്കളുണ്ടായി. അദ്ദേഹം ആ ജംഗ്ഷനിൽ കടകൾ പണിഞ്ഞു. കടകൾ വന്നു. പിന്നെ തറി, നൂല് അതൊരു പ്രധാന ഐറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഗാന്ധി എന്ന അങ്ങേർക്ക് പേര് കൊടുക്കാനും കാരണം അതാണ്. അതായത് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ഗാന്ധിയാണുള്ള അദ്ദേഹത്തിൻ്റെ മുക്കുവാ ഗാന്ധിമുക്ക്. അദ്ദേഹത്തിനെ കൂടെ ചേർന്ന മുക്കാണ്. അതെ, അദ്ദേഹത്തിൻ്റെ മുൻവശത്തെ വീട്ടുകാരൻ. ഒറിജിനൽ ഗാന്ധിയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിയുണ്ട്. 2 ഗാന്ധി കൂടെ ആ ഗാന്ധിമുക്കായത്. ഞങ്ങളൊക്കെ ഇങ്ങനെ വല്ല സ്ഥലത്ത് നിന്ന് എൻ്റെ അച്ഛന് ജോലിയായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ അന്ന് വാടകയ്ക്ക് വീട് കിട്ടാൻ ഇല്ലായിരുന്നു. അങ്ങനെ 15 സെൻറ്റ് വസ്തു, അന്ന് വസ്തുവിന് വലിയ പിടിയൊന്നുമില്ല. 5-10 രൂപയെ സെൻറ്റിന് വിലയുള്ളു. 108 എന്നിട്ട് അച്ഛൻ പറഞ്ഞു, പോകുമ്പോൾ വിറ്റേച്ചങ്ങ് വാങ്ങല്ലോ, തോനെ വാങ്ങിച്ചാൽ വിൽക്കാൻ പാടാ എന്ന് പറഞ്ഞ് 15 സെൻറ്റ് വസ്തു വാങ്ങിച്ച് അതിനകത്ത് വീടും വെച്ച് ഞങ്ങൾ ഈ ഇവിടുത്തെ നാട്ടുകാരായി.
ഞാൻ ഗാന്ധിമുക്കിന് അടുത്തുള്ള ഒരു സ്ഥലത്തായി. അതെ, ഗാന്ധിമുക്ക് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് തന്നെ ഇത്. അപ്പം ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഗാന്ധിയാണുള്ളത്, ഞങ്ങൾ ബന്ധുക്കളോ. സാറിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട് ശരിക്കും? എനിക്ക് 92 വയസ്സേ ഉള്ളൂ. 92 വയസ്സുള്ളൂ. അത്രയേ ഉള്ളൂ. ആളുകൾ പറഞ്ഞു എന്നെ മുതുക്കനാക്കിയത് തന്നെ. 29 വയസ്സിൻ്റെ അത്രേ ഉള്ളൂ. 10-20 വയസ്സിൻ്റെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ 92 29 ആക്കണം. അത് തിരിച്ചല്ലോ. ഈ ഷായി ചേട്ടാ, ഇത് നമ്മുടെ ഇപ്പം ഈ മുക്കിൻ്റെ പേര് ഗാന്ധിമുക്കാണ്. അപ്പോൾ ഗാന്ധിമുക്ക് നിങ്ങൾ കൊച്ചിലെ മുതൽ ഇവിടെ ജനിച്ചു വളർന്നൊക്കെ ആളുകൾ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഗാന്ധിമുക്കിനെ കുറിച്ച് പറയാൻ? നമുക്കൊരു അഭിമാനമാണ്. ഗാന്ധിജിയുടെ പേര് പറഞ്ഞിട്ട് ഒരു ഗാന്ധിമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലാൻഡ്മാർക്കാണ്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഗാന്ധിമുക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക അഭിമാനമാണ്. പിന്നെ കൊച്ചിലോട്ട് നമ്മൾ കേട്ട് വളർന്നതും പണ്ട് ഗാന്ധിജിയോടെ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പേര് വീണത് തന്നെ. ഇത് സത്യാഗ്രഹത്തിന് വന്നപ്പോൾ ഇവിടുത്തെ വഴി പോയതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്തൊന്നും. അങ്ങനെ ഇവിടെ ഗാന്ധി നാണ് പുള്ളി എന്നൊരാളുണ്ടായിരുന്നു. പുള്ളിയുടെ പ്രോപ്പർട്ടീസാണ് ഇപ്പോഴത്തെ കാണുന്നത്. അപ്പം നമുക്കൊരു അഭിമാനമായ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കര ഗാന്ധിമുക്കിന് അടുത്താന്ന് പറഞ്ഞാൽ അങ്ങനെ കോളേജ് അങ്ങനെ വല്ല ഇതുണ്ട് അതിനെക്കുറിച്ച്? അതെ, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കൊട്ടാര ഗാന്ധിമുക്ക് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാം. അപ്പോൾ ചിലവരൊക്കെ വന്ന് ചോദിക്കും, പുതിയ ആൾക്കാർക്ക് ചോദിക്കും എന്താണ് ഇങ്ങനെ പേര് വന്നതെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഈ കാര്യം പറയും. ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ടതില്ലായിരുന്നു, ഇവിടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഗാന്ധി ദിനത്തിലും വന്ന് മാല ഇത് ചെയ്യും, പുഷ്പാർച്ചന നടത്തുക എല്ലാം ചെയ്യുന്നുണ്ട്. ഒക്കെ നമുക്കൊരു അഭിമാനമായിട്ടുള്ളൊരു ഇതാണ്. അതെ, അന്ന് കിട്ടിയ പേരുകൊണ്ട് ഇന്നും നമ്മൾ അറിയപ്പെടുന്ന അങ്ങനെ തന്നെ. മനസ്സിലായില്ലേ? ഗാന്ധിമുക്ക് ആ ഗാന്ധിയുടെ പ്രതിമ കണ്ടില്ലേ? അതുകൊണ്ടാണ് നമുക്ക് ആ പേര്. ഗാന്ധിജി വന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മൾ വളരെ എനിക്കിവിടെ സ്റ്റുഡിയോ. നമ്മളിപ്പം പുറത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ ഗാന്ധിമുക്കിനെ കുറിച്ച് കൊട്ടാരക്കര അപ്പോൾ അത്ഭുതത്തോട് ചോദിച്ചത് ഇങ്ങനെ പേര് വന്നില്ല അങ്ങനെ. നമ്മളിത് ചോദിക്കും എന്താ ഗാന്ധിമുക്ക് എന്ന് വെച്ചാൽ, അപ്പോൾ ഗാന്ധിജി ഞങ്ങളുടെ അപ്പം വന്ന സ്ഥലമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പേര് കിട്ടിയത്. അതുപോലെ നമ്മുടെ തൃക്കണമംഗലം ക്ഷേത്രം, അതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അവിടെയും അദ്ദേഹം വന്നതാണ്. അങ്ങനെ ഈ ലൊക്കാലിറ്റി കംപ്ലീറ്റ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമ്മൻകോവിൽ കഴിഞ്ഞാൽ അടുത്തൊരു ഗാന്ധി ജംഗ്ഷൻ, അതാണ് പേര് കേട്ടതാ. പിന്നെ തലമുറകളോളം ആ പേര് ഇന്നും നമ്മൾ അറിയപ്പെടും. അതായത് കൊട്ടാരക്കര അറിയപ്പെടുന്നവർക്ക് ഗാന്ധിമുക്ക് അറിയപ്പെടാം. അതാണ് അതിൻ്റെ രീതി. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഗാന്ധിമുക്ക് അതിനകത്ത് മെയിനാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ അല്ല, ഗാന്ധിക്ക് പെട്ടെന്ന് അറിയും. അതൊരു നല്ല അഭിപ്രായമായിട്ടാണ്. ഗാന്ധിമുക്ക് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേര് എന്തുകൊണ്ടും അനുയോജ്യം അല്ലേ? എവിടെയാണെന്ന് വെച്ചാൽ ഗാന്ധിമുക്ക് എന്ന് പറയാം. കൊട്ടാരം ഗാന്ധിമുക്ക് ഒന്നേ ഉള്ളൂ. അതന്നെ നല്ലതാണ്. സ്ഥലം എവിടെ ശരിക്കും? എൻ്റെ വീട് വെട്ടിക്കോല. ഞാൻ ഇവിടെ വന്നിട്ട് 15 കൊല്ലമായി. പലയിടത്തും ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും ഗാന്ധിമുക്കിലാണോ ഇല്ല. അപ്പോൾ അത് എങ്ങനെ അതൊക്കെ നല്ല ഗാന്ധിമുക്ക് എന്നാ പറയുന്നത്. കൊട്ടാരക്കര അറിയപ്പെടുന്ന ഗാന്ധിമുക്കിൻ്റെ പേര് അതല്ല അങ്ങനല്ല. ഞാൻ എവിടെയാന്ന് വെച്ചാൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്ഥലം അവിടെ പറയണമല്ലോ. അപ്പോൾ അതിന് മുന്നേ ഗാന്ധിമുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. അതെവിടാന്ന് ആരും ചോദിക്കുന്നില്ല. ഗാന്ധിമുക്കിന് സംശയം വരുന്നില്ല. അതാണ്.